ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലല്ലൂസാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് പാടിയതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും പാട്ട് പാടിയ വീഡിയോസൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടപ്പോൾ. എൻ്റെ വീഡിയോയും കാണാൻ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ കേട്ടത് സന്തോഷം തോന്നി. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റിയ ജോലി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസിലോട്ട് പോകാം. ഫുഡിൻ്റെ ഇപ്പോൾ പൊതിച്ചോറ് തയ്യാറാക്കി നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ ബിരിയാണി, പായസം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് വലിയ തുകയൊന്നും മുടക്കിയിട്ടല്ല, ചെറിയ രീതിയിൽ ആദ്യമേ ആ ഒരു സംരംഭം നമ്മൾ തുടങ്ങി നോക്കുക. ഇപ്പോൾ ഒരു 10 പൊതിച്ചോറാണെങ്കിൽ അത് 10 പൊതിച്ചോറ് തയ്യാറാക്കി നമ്മളത് വിൽക്കുമ്പോൾ അത് പിന്നെ ഡെവലപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10 ഉള്ളത് ഒരു 15 20 ഒക്കെ ആക്കി കുറേശ്ശെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആകാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം ചെറിയ രീതിയിൽ തന്നെ. അതേപോലെ അച്ചാറിൻ്റെ ഐറ്റംസ്, മാങ്ങ, നാരങ്ങ, അങ്ങനെ ഒരു നോൺ വെജും വെജിറ്റേറിയനുമായിട്ടുള്ള മീനിൻ്റെ അച്ചാർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെ താല്പര്യമുള്ളവർ അച്ചാർ ഐറ്റംസൊക്കെ തയ്യാറാക്കി നോക്കുക. ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം നമ്മൾ നമ്മുടെ അറിയുന്ന പരിചയക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒരു ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർക്കൊന്നും വിൽപ്പന നടത്താൻ നോക്കുക. അങ്ങനെ നമ്മൾ അറിഞ്ഞ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ കച്ചവടമൊക്കെ കുറച്ചും കൂടി നമ്മുടെ സംരംഭമൊക്കെ ഡെവലപ്പായി വരുന്നതായിരിക്കാം. അതേപോലെ തന്നെ തുണിക്കച്ചവടം, നമ്മൾ തുണി ഐറ്റംസ് ഇപ്പോൾ നൈറ്റിയോ എന്തെങ്കിലുമൊക്കെ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതൊരു ബിസിനസ്സാക്കിയിട്ട് ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്നതാണ്. തുണി ഐറ്റംസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് തന്നെ വീട്ടിൽ തന്നെ ആഴ്ചയിലോ മാസത്തിലോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ നമുക്കതും ഡെവലപ്പാക്കി കൊണ്ടുവരാം. അതേപോലെ ഇപ്പോൾ പലഹാരങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പലഹാരങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ കടയിൽ ഓർഡർ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം, മുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി നല്ല രീതിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്ത് ഇട്ടൊക്കെ നമ്മൾ കടകളിലോ നമുക്കറിയുന്ന പരിചയക്കാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതാണ്. പപ്പടം, കൊണ്ടാട്ടം അതൊക്കെ അതിനോടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അതൊക്കെ അറിയാവുന്നവർക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ പരിസരത്തുള്ളവർക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചെറിയ രീതിയിൽ ഓർഡർ പിടിച്ചിട്ട് അതൊക്കെ ഉണക്കി പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും ഒരു വരുമാന മാർഗം തന്നെയാണ്. അതും ഒരു ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങാൻ പറ്റിയൊരു നല്ല കാര്യമാണ്. അതേപോലെ ഇപ്പോൾ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിനോടും ഇൻട്രസ്റ്റ് അതൊക്കെ പൊടിപ്പിച്ച് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതൊക്കെ പൊടിപ്പിച്ചിട്ട് ഓർഗാനിക്കായിട്ട് തന്നെ നാച്ചുറലായിട്ട് തന്നെ ആയിട്ടുള്ള പൊടി ഐറ്റംസൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് താല്പര്യമുള്ളവർക്ക് പാക്ക് ചെയ്തിട്ട് അതും നമുക്ക് അതിൽ നിന്നും ഒരു വരുമാന മാർഗം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക്, കൃഷിയോട് താല്പര്യമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ നടത്തണം ആഗ്രഹമുള്ളവർക്ക് പച്ചക്കറി തോട്ടമോ പച്ചക്കറി കൃഷിയോ പൂവിൻ്റെ മുല്ലക്കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ ഒരു മേഖലയായിട്ട് നമുക്ക്
അതൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ആട്, കോഴി, പശു, അങ്ങനെ താറാവ്, അങ്ങനെയുള്ള മീൻ വളർത്തൽ, അങ്ങനെയുള്ളതൊക്കെ അതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സബ്സിഡി ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോഴിമുട്ട വിൽപ്പന, താറാമുട്ട വിൽപ്പന, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു വരുമാന മാർഗമാണ് അതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതും ഒരു വരുമാനമായിട്ട് നമുക്ക് വരുമാന മാർഗം തന്നെയാണ്, അതും ഒരു സംരംഭം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണമെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് എന്താ പറയുക, നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ കിട്ടുന്ന സമയം, കുറച്ച് സമയം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടണമെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഒരു ഫാഷനും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുക, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഞാനൊരു സംസാരപ്രിയയാണ്. അപ്പോൾ സംസാരിക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ റിലേറ്റീവും ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, സംസാരിച്ച് ഒരു വിഷയത്തെ നമ്മൾ സംസാരിച്ച് അത് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിനക്ക് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമുണ്ട്. വീഡിയോസൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ, പറ്റുന്ന സാഹചര്യം അനുസരിച്ച് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ PSCയുടെ ടെസ്റ്റും എഴുതുന്നുണ്ട്. കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വീട്ടിൽ തന്നെ ഉള്ള ജനറൽ നോളജ് ബുക്കൊക്കെ വായിച്ചിട്ട് ഒക്കെയാണ് ടെസ്റ്റ് എഴുതാൻ പോകുന്നത്, PSC ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വിധി പോലെ, ദൈവത്തിൻ്റെ ഭാഗ്യ അനുഗ്രഹം പോലെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് PSC ടെസ്റ്റൊക്കെ എഴുതുന്നത്. അതേപോലെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബറായി, പക്ഷേ ഇതുവരെ വാച്ച് അവർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഡെവലപ്പായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു നാൾ നമ്മുടെ മാവും പൂക്കും കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ടിനോട് ഇൻട്രസ്റ്റാണ്. അതേപോലെ കവിത അതൊക്കെ ചെറിയ രീതിയിൽ എഴുതും, അതിനോടൊക്കെ എനിക്ക് ഇൻട്രസ്റ്റാണ്. കവിത എഴുതിയതൊക്കെ വീഡിയോ ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചാനലിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അമ്മേനെ പറ്റിയുള്ളൊരു ചെറിയ കുറച്ച് വരികൾ കവിത എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിൽ തോന്നിയ വരികൾ അങ്ങനെ എഴുതിയതാണ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല, എന്നാലും മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ കവിതയായിട്ടോ കഥയായിട്ടോ ഒക്കെ ചെറിയ രീതിയിൽ എഴുതാറുണ്ട്. എഴുത്തിനോടൊക്കെ വലിയ ഇൻട്രസ്റ്റുള്ള കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ഒന്നും പ്രസിദ്ധീകരിക്കുകയോ അറിയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് എൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ഫാഷൻ, അത് ഞാൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഫുഡിനോടായാലും ഫുഡൊക്കെ തയ്യാറാക്കാൻ ഇഷ്ടമാണ്. കൂടുതലും നാച്ചുറലായിട്ട് നാടൻ വിഭവങ്ങളൊക്കെയാണ് എനിക്ക് അതിനോടൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. പഴമയുടെ രുചി, പഴയ കാലത്ത് ചെയ്യുന്ന നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്യുന്ന, മുത്തശ്ശികളൊക്കെ ചെയ്യുന്ന ആ ഒരു രുചിക്കൂട്ടിനോടൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കാനും ചെയ്യാനും ഒക്കെയാണ്, നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കാനാണ് ഇഷ്ടം. അപ്പോൾ കൂടുതൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് സ്പെഷ്യലി ഞാൻ
ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അമ്മ നല്ല രീതിയിൽ നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും നല്ലപോലെ കുക്ക് ചെയ്യും, നല്ലപോലെ പാചകം ചെയ്യുന്ന ആളാണ്. അപ്പം അമ്മയുടെ പാചകങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി അമ്മയുടെ പാചകങ്ങൾ, അമ്മ ചെയ്യുന്ന വിഭവങ്ങളൊക്കെ അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കേണ്ട ആളല്ല. അതും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം, എല്ലാവരും അറിയണം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം. പിന്നെ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു പാഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അനുസരിച്ച് ഓരോരുത്തർ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ നോക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടാനുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു പലചരക്ക് കടയോ എന്തെങ്കിലുമൊക്കെ കടകളൊക്കെ തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെയുള്ള ലൈസൻസൊക്കെ തയ്യാറാക്കി നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കട ഷോപ്പൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് അങ്ങനെ ചെറിയ റെൻറ്റിനൊക്കെ വാടകയ്ക്കൊക്കെ ചെറിയ തുകയൊക്കെ കൊടുത്ത് എടുക്കാൻ പറ്റിയ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാവുന്നതാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ചിലപ്പോൾ വേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ഡെവലപ്പാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം. വെറുതെ ഇരുന്ന് നമ്മുടെ സമയം പാഴാക്കി കളയുന്നത് നേരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ 10 പൈസ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് പ്രയോജനമായിരിക്കും. ഒരുപാട് നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തർ ചെറിയ രീതിയിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് വലിയ ഉയരങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നവരും ഇനിയും എത്താനുള്ളവരും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവായി ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവായി ഞാൻ നനച്ചു. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ജോലി എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല പറയാൻ. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഫുഡിൻ്റെ ലൈസൻസൊക്കെ വേണം. അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് അതൊക്കെ വേണ്ട രീതിയിൽ ലൈസൻസൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കുക. അതിനെപ്പറ്റിയൊക്കെ ഒന്നും എനിക്ക് വലിയ ആധികാരികമായിട്ട് പറയാനറിയില്ല. നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കഴിവുണ്ടാവും. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ഡാൻസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പടം വരയ്ക്കാം, പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് എടുത്ത് ഇടാനായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തയ്യാറാക്കാനായിരിക്കാം, ഫുഡിനോടായിരിക്കാം താല്പര്യം. അങ്ങനെ പല പല മേഖലയിലോട്ടായിരിക്കാം ഓരോരുത്തർക്ക് കഴിവുകളും ഒക്കെ. അപ്പം നമ്മുടെ കഴിവുകൾ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞ് നമ്മൾ അത് ഇല്ലാണ്ടാക്കരുത്. നമ്മുടെ കഴിവ് എന്താണോ, നമ്മുടെ ടാലൻ്റ് എന്താണോ, നമ്മുടെ ഫാഷൻ എന്താണോ അത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക, ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കാശിന് ഒരു ആവശ്യം വന്നു, ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിക്കും കൂടി നമ്മുടെ ഭർത്താവിനെയും കൂടി ഒരു ഹെൽപ്പായിരിക്കും. ഒരാളുടെ വരുമാനത്തിൽ നമ്മൾ പോകുന്നതിനേക്കാൾ നമുക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈക്വലായിട്ട് നല്ല രീതിയിൽ ഒരു ഏൺസ്
ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുടുംബജീവിതം ഡെവലപ്പാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊന്ന് വയ്യാണ്ട് വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോയി എന്തെങ്കിലും സാധനം തീർന്നു, അല്ലെങ്കിൽ ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ കാശിൻ്റെ ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് ചോദിക്കാൻ നിൽക്കണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു ദിവസമോ 2 ദിവസം നമുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അറിയുന്നവരോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ തരും. എല്ലാ ദിവസവും നമുക്ക് ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കുക, നമ്മൾ തന്നെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കഴിവുകൾ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് ചെയ്ത് നമ്മൾ ചെറിയ രീതിയിൽ പൈസ മുടക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അധികം പൈസയൊന്നും അധികം ഇറക്കേണ്ട കാര്യമില്ല. കാര്യം ചിലപ്പോൾ അത് വിജയകരമാകുമോ എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൈസ ചിലവാക്കി നോക്കി എന്തെങ്കിലും നല്ല രീതിയിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ കച്ചവടം നമ്മൾ നോക്കുക. അത് സ്റ്റാർട്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് തുടക്കത്തിൽ തന്നെ ഒരുപാട് പൈസയൊന്നും ഇതാവരുത്. അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ജോലി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഒരുപാട് കൊട്ടക്കണക്കിന് നമുക്ക് കിട്ടും, ലാഭം കൊയ്യാമെന്നുള്ളതൊക്കെ. കുറച്ച് നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവും ബിസിനസ് ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലോട്ട് ഇറങ്ങണമെങ്കിൽ. പിന്നീട് അതൊരു വിഷമമായിട്ട് മാറരുതല്ലോ, ഒരുപാട് കിട്ടും അല്ലെങ്കിൽ കിട്ടിയില്ല നഷ്ടം വന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യാൻ നോക്കുക. അല്ലറ ചില്ലറ കുറേശ്ശെ എങ്കിലും നമുക്ക് ലാഭം കിട്ടാണ്ടിരിക്കില്ല. നമ്മൾ ചെയ്യണ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിജയം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ജോലികളൊക്കെയാണ്. അതേപോലെ നമുക്ക് തയ്യലൊക്കെ അറിയാമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചു കൊടുക്കാനുള്ള ഒരു തയ്യലൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് പാടിയ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് എല്ലാ മാസം അരിയുണ്ടോ ഗോതമ്പുണ്ടോ അല്ലെങ്കിൽ ഓരോന്നും ചോദിക്കുന്നത് പോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, എന്നെ അംഗീകരിക്കുന്നവരും മനസ്സിലാക്കിയവരും, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരോടും നമുക്ക് എല്ലാവരും അടുത്തും പറയാൻ പറ്റില്ല. കാണണം, നിർബന്ധമായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഓരോരുത്തരുടെ വീഡിയോ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കാം. അപ്പോൾ അതുവരേക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.